ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ കാറ്റ് തീർന്നു. ധനകാര്യ വകുപ്പ് കയ്യിൽ നിന്നും നഷ്ടമായി. ഇനിയെല്ലാം തീരുമാനിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും. പിണറായിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി കെ.എൻ. എബ്രഹാം IAS ഇനി മുതൽ ധനവകുപ്പിന്റെ കാര്യങ്ങൾ നോക്കുക എന്ന ചുമതല. ഇതിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം ഉണ്ടെന്നത് തന്നെയാണ് ബാലഗോപാലിന് കനത്ത തിരിച്ചടിയായിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി കെ.എം. എബ്രഹാമിന് പ്രത്യേക ക്യാബിനറ്റ് പദവി നൽകാൻ സംസ്ഥാന മന്ത്രിസഭയിലും തീരുമാനമായി കഴിഞ്ഞു. ഇനി ഡൽഹിയിൽ കേരളത്തിന് വേണ്ടി എന്തിനും എത്തുക ബാലഗോപാൽ ആവില്ല, കെ.എം. എബ്രഹാം ആയിരിക്കും. ഇതിലും ഒരു നാണക്കേട് കെ.എൻ. ബാലഗോപാലിന് ഇനി കിട്ടാനില്ല. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ.എം. എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നു. ശരിക്കും ബാലഗോപാലിന് വിനയായത് ഒന്നും നോക്കാതെ ചാടിക്കേറി കേന്ദ്രത്തിനെതിരെ വിമർശിച്ചത് തന്നെയാണ്. എന്നിട്ടും കേന്ദ്രം സംസ്ഥാനത്തിന് വിഹിതം തരുന്നില്ല എന്ന് മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചതും സുപ്രീം കോടതിയിൽ പരാതി നൽകിയതും വിനയായി. അവിടെയും കിട്ടി തിരിച്ചടി. കോടതി പറഞ്ഞുവിട്ട പ്രകാരം കേന്ദ്രവുമായി ചർച്ചയ്ക്ക് ചെന്നപ്പോഴാണ് അവിടെയും പിടിച്ചിരുത്തി തൊലിയിരിച്ചു വിട്ടു. കേന്ദ്രത്തിനെതിരെ കേസ് കൊടുത്ത ചുരുക്കിലാണത്രേ കേന്ദ്ര ഏജൻസികൾ പിണറായിയുടെ മകൾ വീണയ്ക്കെതിരെ അന്വേഷണവുമായി കേരളത്തിലെത്തിയത്. ഇതോടെ പിണറായിയുടെ മനസമാധാനവും പോയി, കലി ഇളകുകയും ചെയ്തു. ഇതിനിടയിലാണ് ബഡ്ജറ്റിൽ സപ്ലൈകോയെ തഴഞ്ഞതിനെതിരെ CPM മന്ത്രിമാർ പ്രതിഷേധിച്ചത്. എല്ലാം കൂടിയായപ്പോൾ ബാലഗോപാലിൻ്റെത് തീർത്തും കലികാലമായി. ധനമന്ത്രി ബാലഗോപാൽ വൻ പരാജയമെന്ന പിണറായിക്ക് ബോധ്യപ്പെട്ടതോടെയാണ് കേന്ദ്രവുമായുള്ള ചർച്ചയ്ക്ക് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ.എം. എബ്രഹാമിനെ നിയോഗിച്ചത്. ധനമന്ത്രിയെ ചർച്ചയിൽ നിന്നും മാറ്റി നിർത്താൻ കെ.എം. എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാൻ കാരണമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളായതും ധനമന്ത്രി ബാലഗോപാലിന്റെ പിടിപ്പുകേടാണെന്ന് CPM വിലയിരുത്തിയതിനെ തുടർന്നാണ് ഈ അടിയന്തര നീക്കം. കേന്ദ്ര ധനമന്ത്രാലയം ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ച അലസിപ്പിരിയാൻ കാരണം ബാലഗോപാലിന്റെ ലൊട്ടിലൊടുക്ക ന്യായീകരണമാണെന്നാണ് ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറി മുഖേന മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ബാലഗോപാലിന്റെ വിരട്ടൽ തന്ത്രം ഫലത്തിൽ തിരിച്ചടിയായി. സംസ്ഥാനം ഓരോ മാസവും ധനപ്രതിസന്ധി നേരിടുമ്പോൾ നീണ്ടുപോകാതിരിക്കാനുള്ള നിയമ പോരാട്ടത്തിനിറങ്ങിയത് വിഡ്ഢിത്തരമായെന്നാണ് മുഖ്യമന്ത്രിയും CPMഉം ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 10 ദിവസത്തിനകം 20,000 കോടി രൂപ കൂടി കടമെടുക്കാൻ അനുമതി കിട്ടിയില്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുമെന്ന സ്ഥിതിയിലാണിപ്പോൾ. കേരളത്തിന് നാണക്കേടാകുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ കെ.എം. എബ്രഹാമിന്റെ നയതന്ത്രം ആശ്രയിക്കുക എന്നത് മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ള ഒരേ ഒരു പോംവഴി.